ശബരിമലയിൽ പടിപൂജ ബുക്കിംഗിലും വ്യാപക ക്രമക്കേട്. പടിപൂജ ബുക്കിംഗിന്റെ രേഖകൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്ന് പിടിച്ചെടുക്കാൻ ചീഫ് വിജിലൻസ് ഓഫീസർക്ക് ഹൈക്കോടതി നിർദ്ദേശം. പടിപൂജ ബുക്ക് ചെയ്തത് വ്യാജ മേൽവിലാസങ്ങളിലെന്നും കണ്ടെത്തൽ. അടുത്ത ഒരു വർഷത്തെ പടിപൂജ ബുക്കിംഗ് പ്രസിദ്ധീകരിക്കാനും ഹൈക്കോടതി നിർദ്ദേശം. ശബരിമലയിൽ പടിപൂജ ബുക്ക് ചെയ്യുന്നതിൽ വ്യാപക ക്രമക്കേട് ചീഫ് വിജിലൻസ് ഓഫീസറുടെ അന്വേഷണത്തിലാണ് കണ്ടെത്തിയത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ പടിപൂജ ബുക്കിംഗിന്റെ എല്ലാ രേഖകളും പിടിച്ചെടുക്കാൻ ഹൈക്കോടതി ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർക്ക് നിർദ്ദേശം നൽകി. പിടിച്ചെടുക്കുന്ന രേഖകൾ മുദ്രവെച്ച കവറിൽ ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും വേണം. പടിപൂജ ബുക്ക് ചെയ്തത് വ്യാജ മേൽവിലാസങ്ങളിലെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. പടിപൂജയുടെ ബുക്കിംഗ് മറിച്ചു വിൽക്കുന്നുവെന്ന് വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ബുക്കിംഗ് മറ്റൊരാൾക്ക് കൈമാറുന്നത് നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയ ഹൈക്കോടതി പകരം പടിപൂജ അനുവദിക്കില്ലെന്നും വ്യക്തമാക്കി. കൂടാതെ പടിപൂജ ബുക്കിംഗിന്റെ വിശ്വാസ്യതയിൽ തന്നെ ആശങ്കയുണ്ട്. ബുക്കിംഗ് സംവിധാനം ദുരുപയോഗം ചെയ്തുവെന്നും ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് വിലയിരുത്തി. അടുത്ത ഒരു വർഷത്തെ പടിപൂജയുടെ ബുക്കിംഗ് പ്രസിദ്ധീകരിക്കണമെന്നാവശ്യപ്പെട്ട ഹൈക്കോടതി സ്വമേധയാ ഫയലിൽ സ്വീകരിച്ച ഹർജി മാർച്ച് 4 വീണ്ടും പരിഗണിക്കാനായി മാറ്റി. ജനം, കൊച്ചി.